ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നു മുതൽ ഇവിടെ ഈദ് ഹോളിഡേയ്സ് കഴിയാണ്. നാളെ മുതൽ സ്കൂൾ ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇന്ന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്തു. ഇവിടെ ഡെറിൻ ഹിൽസിലുള്ള അക്വലോണിയിലേക്ക് ഞങ്ങൾ വന്നത്. ഇക്കടെ ഫ്രണ്ട്സ് ഇന്നലെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഹിഡൻ ബീച്ച് കണ്ടുപിടിച്ചു. അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും നഷ്ടമായേനെ. ബീച്ചിലേക്ക് പോകുന്ന വഴി തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ബീച്ച് പിന്നെ പറയണ്ട, നല്ല ക്ലിയർ ടർക്കോയിസ് വാട്ടറും ചെറിയ ബ്രീസ് ഒക്കെ ആയിട്ട് ഒരു ബ്രെഡ് ടേക്കിംഗ് കാഴ്ച തന്നെയായിരുന്നു അത്. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും ക്യാമറയിൽ അതിന്റെ ബ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു പ്ലേസ് ആണെന്ന് തോന്നുന്നു. വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സിംഗിൾ പേഴ്സൺ പോലും വേറെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ആയിരുന്നു. ഒരു പ്രൈവറ്റ് ബീച്ചൊക്കെ നമുക്കായിട്ട് ഒറ്റയ്ക്ക് വിട്ട് കിട്ടിയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ഷോറിൽ ഒരുപാട് ജെല്ലി ഫിഷസ് കിടപ്പുണ്ടായിരുന്നു. ഒന്നിനും ജീവൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഹൈറ്റൈഡിന്റെ സമയത്ത് കയറി വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാതെ കുടുങ്ങി കിടന്നതാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ജെല്ലി ഫിഷിനെ ടച്ച് ചെയ്യുന്നത്. അതുപോലെ വെള്ളത്തിലും ഒരുപാട് ജെല്ലി ഫിഷ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സാൻഡോയ്സ് ഒക്കെ ആയിട്ടാ വന്നത്. വെള്ളത്തിലെ കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ടോയ്സ് വെച്ചിട്ട് ഓരോന്നൊക്കെ ബിൽഡ് ചെയ്തു. ഇക്കടെ ഒരു ഫ്രണ്ടും വൈഫും കുട്ടികളും പാരന്റ്സ് ഒക്കെയാണ് കൂടെ ഉള്ളത്. അതുപോലെ ഞങ്ങളുടെ കൂടെ ഇക്കടെ ബ്രദറിന്റെ കുട്ടി കൂടെ ഉണ്ട്. ഈവനിങ് വരെ ഞങ്ങൾ അവിടെ നിന്നു. സത്യത്തിൽ എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഒരു ഹിഡൻ പാരഡൈസ് എന്ന് തന്നെ പറയാം. ഇരുട്ടായി തുടങ്ങിയപ്പോൾ പതിയെ എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. ഡെറിൻ ഹിൽസിന്റെ ഒരു എൻഡിലായിട്ടാണ് ഈ ബീച്ച് വരുന്നത്. അവിടുന്ന് കാർ പാർക്കിംഗിലേക്ക് കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് വർത്ത് എവറി സെക്കൻഡ്. ആരെങ്കിലും ബീച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കുറച്ച് ടെന്റുകൾ അവർ ലേക്കിന്റെ സൈഡിലായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്ത ശേഷം ഫ്രണ്ട്സിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും നല്ല വിഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ജുബൈലിലുള്ള കുക്ക് സോൺ റെസ്റ്റോറന്റിലേക്ക് വന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ക്രേവ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. നല്ല അടിപൊളി ഫുഡാണ്. ഇവിടെ കോംപ്ലിമെന്ററി സ്റ്റാർട്ടർ ആയിട്ട് ഒരു പപ്പടം പോലത്തെ ഒരു സാധനം തരും. അത് സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിലേക്ക് വന്നു. അപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല ടയേർഡും ആയിരുന്നു. അതുകൊണ്ട് അധിക സമയം അവിടെ നിന്ന് കറങ്ങി തിരിയാതെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് പോയി.